അമ്മു, ഇതുവരെ എണീറ്റില്ലേ എന്റെ അമ്മു? അമ്മു, അവളുടെ ഒരു ഉറക്കം. എന്തോ അമ്മ? ഇവള് ഇതുവരെ എണീറ്റില്ലേ? ID കാർഡൊക്കെ അവിടെ ഇവിടെയും കൊണ്ടുവയ്ക്കും. ഇവിടെ ഒരാൾക്ക് രാവിലെ എണീറ്റ് പത്രവും വായിച്ചിരുന്നാ മതിയല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. ഇന്ന് തണുത്ത ചായയോ? ഈ ചായ ഒന്ന് ചൂടാക്കി തരുവോ? എന്നും ഇങ്ങനെയാണല്ലോ. ഈ ചായ എപ്പോ കൊണ്ടുവച്ചതാണെന്ന് അറിയാവോ? എന്തൊക്കെയാണെന്ന് വെച്ചാ ചെയ്യാ. അമ്മോ, ഇതുവരെ എണീറ്റില്ലേ? ഇത്ര വലുതായിട്ട് രാവിലെ വിളിച്ചുണർത്തണമെന്ന് വെച്ച വലിയ കഷ്ടമാണ്. അമ്മ വരുന്ന്. ഓ, നീ എന്തിനാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? അടുത്തുള്ളവർ കേട്ടാ എന്ത് വിചാരിക്കും? ഇതിനു മാത്രം വെപ്രാളം കാണിക്കാൻ ഇവിടെ എന്ത് ജോലിയാ ഉള്ളത്? കൊള്ളാം, എന്നാ ഏട്ടനിതങ്ങ് ചെയ്താ പോരെ? അല്ലേലും നമ്മളെന്തേലും പറഞ്ഞ വീട്ടിൽ ജോലി ചെയ്യുമോ? അല്ലേലും നിന്നെപ്പോലെ കുറച്ച് പെണ്ണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, നമുക്ക് വീട്ടിൽ ജോലിയൊന്നും പറ്റൂല, നമ്മളെ ജോലിക്ക് പോകുന്നതിന്റെ പകുതി പാടില്ല ഇവിടെ ജോലി ചെയ്യാൻ. അല്ലെങ്കിൽ തന്നെ നീ പുറത്തിറങ്ങിയെന്ന് ജോലി ചെയ്ത് നോക്കണം, അപ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അല്ലെ തന്നെ ഞാനും മോളും പോയി കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ എന്ത് ജോലിയാ ഉള്ളത്? വെറുതെ ഇരുന്ന് TV കാണുക, അല്ലാതെ എന്തേലും ജോലിയുണ്ടോ? ഉപ്പുമാവോ? എന്തോ അമ്മ ഇത്? എന്നും ഉപ്പുമാവാണോ? എന്റെ അമ്മ നിനക്ക് വേണേ കഴിക്ക്. ഇതാകുമ്പോ ഈസി അല്ലേ മോളെ? കുറച്ച് പൊടി ഇട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് കലക്കി എടുത്തു കഴിഞ്ഞാൽ ഉപ്പുമാവായി. അതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ? നമ്മൾ അവിടെ ചെല്ലുമ്പോ അമ്മമ്മ അവിടെ ഇഡ്ഡലി, അപ്പം, ദോശ അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെക്കും. ഇവിടെ അതൊന്നുമില്ല, ഇവിടെ ഒന്നും ഉപ്പുമാവ് തന്നെ ചേർന്നു. എന്നാ പിന്നെ അച്ഛനും മോളും കൂടെ രാവിലെ കയറി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കാത്ത എന്താ? എന്ത് ചെയ്താലും കുറ്റവാ. പാല് പാല്. അമ്മേ. ഹലോ മോളെ, അമ്മ കോളേജിൽ പോയോ? അമ്മുവൊക്കെ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എന്തുണ്ട് അവിടെ? പിന്നെ ഞാൻ വിളിച്ചതേ, ആ തിമിരത്തിന്റെ സർജറി അടുത്ത ആഴ്ച തന്നെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അയ്യോ, അതെന്ത് പറ്റി? അത് പെട്ടെന്ന് തന്നെ ചെയ്യണം, കുറച്ച് പ്രശ്നമാണെന്ന്. നിനക്ക് നാളെ ഒന്ന് വരാൻ പറ്റുമോ? നാളെ എന്തായാലും വരാം. ഞാനൊന്ന് അരുണേട്ടനെ വിളിച്ച് ചോദിച്ചിട്ട് നാളെ ഞാൻ എന്തായാലും വരാം. ഓക്കെ, ചോദിച്ചിട്ട് മതി. ഓക്കെ അല്ലേ? ശരി ശരി. ചേച്ചി, ചേച്ചി പാത്രം കേറുന്നില്ലടാ? ഇല്ല ചേച്ചി, പോയേക്കുവാ. എന്നെ പറ്റി ഒരു മുഖത്താകെ സങ്കടം. എന്ത് പറയാനാ, ഞാൻ അന്ന് പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഹോസ്പിറ്റൽ കണ്ണിന്റെ. അയ്യോ, ലാസ്റ്റ് വിളിച്ചപ്പോ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞാണല്ലോ. രാവിലെ വിളിച്ചപ്പോ പറയുമ്പോ നാളെ അഡ്മിറ്റ് ആവാൻ, ഓപ്പറേഷനാ. അയ്യോ, എന്തോ പറയാനാ, അമ്മുന്റെ മേലൊരു കണ്ണുണ്ടോ അവിടെ? ആയിക്കോട്ടെ ചേച്ചി, എന്നാ ശരി, ഞാൻ പോയേക്കുവാണേ. ശരി ശരി. പോയിട്ട് വാ. എന്തായാലും നിന്റെ അമ്മ വയ്യ കിടക്കുവാന്നല്ലേ പറയുന്നത്, പോയിട്ട് വാ. പോകുന്നതിന്റെ അല്ല, പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തെ കാര്യം ആരും നോക്കും? ഇതാ നിന്റെ പ്രശ്നം. ഇവിടെ ഞാനും മോളും നീ പോയി കഴിഞ്ഞാൽ കഴിക്കത്തില്ല, കുടിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല എന്നുള്ളതാ നിന്റെ വട്ടം. അത് ഞാൻ മാറ്റിത്തരാം, നീ പോയിട്ട് വാ. ഒരാഴ്ചയോ 2 ആഴ്ചയോ പോയിട്ട് വാ. അയ്യോ, സമയം ഇത്രയായോ? അലാറം അടിച്ചില്ലല്ലോ. എടി, മഞ്ഞപ്പൊടി എവിടെ? ഈ മുളക് പൊടി എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഇതൊക്കെ ഒന്ന് ലേബൽ ചെയ്ത് വെച്ചുകൂടെ? ഇതിപ്പോ ഞാൻ എവിടെ പോയി തപ്പം? ഇവിടെ കാണുന്നില്ലല്ലോ. എടി, പച്ചക്കറിയൊക്കെ എവിടാ വെച്ചിരിക്കുന്നത്? ഫ്രിഡ്ജിന്റെ അകത്ത്. എടി, ഗ്യാസ് ബുക്ക് എവിടാ കൊണ്ടുവച്ചിരിക്കുന്നത്? ഗ്യാസ് തീർന്നെന്ന് എവിടാ കൊണ്ടുവച്ചിരിക്കുന്നത്? അയ്യോ, ആലൊക്കെ തിളച്ച് തൂവിയല്ലോ, തുണി പോലും ഇല്ല കെടുത്തു. ഇതെങ്ങനെ തുടങ്ങി ഇവിടെ? നീ തുണി എവിടെ കിടക്കുന്നത്? ചേട്ടാ,
ഇവിടെ മുഴുവൻ വൃത്തികേടായി. എന്റെ അച്ഛ ഇന്നും സ്കൂൾ ബസ് മിസ്സാവോ? ഇത് എന്തിത് കഞ്ഞിയോ? ഉപ്പുമാവാ മോളെ, കണ്ടില്ലേ ഉപ്പുമാവ്. അശ്ശേ, ഇതോ ഉപ്പുമാവോ? ന്യൂസിൽ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഈ ബസ്സേ ഉള്ളെന്ന് പറയുന്നു. ഇതെന്ത് എന്നും പുറത്തുനിന്നാണല്ലോ, ഇപ്പൊ എന്ത് പറ്റി? വീട്ടിൽ നിന്നൊന്നും ഇല്ലേ? ഓ അത് വൈഫ് അവിടെ ഇല്ല, വൈഫ് മമ്മയ്ക്ക് വയ്യാതെ വീട്ടിലോട്ട് പോയിരിക്കുക. അതുകൊണ്ട് ഇപ്പം കഴിപ്പൊക്കെ ഇങ്ങനെ. ചേട്ടാ ചേച്ചിയില്ലേ? ഇല്ല, എവിടെ ഇല്ല. എന്ത് പറ്റി? പാലിന് കാശ് തരാനുണ്ട്. പാലിന്റെ കാശോ? 1050 രൂപ. എത്ര മാസത്തേത്? 1 മാസത്തെ. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഇവളിതെങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? ആ ഏട്ടനിന്ന് നേരത്തെ വന്നോ? ചായ എടുക്കട്ടെ ഞാൻ? ആ, നീ വന്നോ? വന്ന് ഇവിടെ ഒന്ന് ഇരുന്നേ. എന്തു പറ്റി? എടോ, ഞാൻ കരുതിയത് ഞാനാണ് ഇവിടെ ജോലി ചെയ്യുന്നതെന്ന്. പക്ഷെ ഈ വീടാകണമെങ്കിൽ താനിവിടെ വേണോടോ. ഒന്ന് പോയേട്ടാ. ആഹാ, കൊള്ളാലോ. ഓരോ വീടും കണ്ണിൽപ്പെടാത്ത അധ്വാനത്തിന്റെ കരുത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ സാന്നിധ്യത്തിന്റെ വില, അവരുടെ അഭാവം നമ്മെ പഠിപ്പിക്കുന്നതിന് മുമ്പേ അവരെ സ്നേഹിക്കൂ, നന്ദിയോടെ വിലമതിക്കൂ.